കാവ്യകേളിയുടെ 31ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക എന്ന അക്ഷരത്തിൽ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. രാശിയിൽ ജനിച്ചവർക്കോ മരണം പലപ്പോൾ അനുചിതമിത് മണിമന്ദിരത്തിൽ ചിലർ പല പല ശൈശവങ്ങൾ ശയിപ്പതോ മഞ്ചേരിയിൽ സത്യമാക്കും ഉച്ചരിച്ചൂകം നൽകും ആശയിൽ നശക്തയാം സത്യത്തെ അറിഞ്ഞിടാൻ. അക്ഷരം ഭാരം ശിരസിന്റെ എത്രയോ അറിയുന്ന ലോകത്തിൽ പുറകിലോ അറിയാത്തിടത്തു 100 ഗ്രാം തൂക്കുന്ന ത്രാസിനു മാറ്റമില്ല. കവിതകളുടെ ഗതി അനുഭവങ്ങളെ ആശ്രയിച്ചായിരിക്കണം. അനുഭവങ്ങളിൽ രസം ചേർത്ത് താളവട്ടത്തിൽ എഴുതാൻ കഴിഞ്ഞാൽ ഹൃദ്യമായ സൃഷ്ടികൾ ഉടലെടുക്കുന്നതായി. കാവ്യകേളി 132ാം റീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷരം അ. ഞാൻ ചൊല്ലാം. അനങ്ങാതെ നിന്നു നീ വൃക്ഷമേ തപം ചെയ്യൂ, ആയുസ്സിൽ നിനക്കൊരു മോഹമില്ലേ, തണലും ഫലങ്ങളും നൽകി ഞാൻ ആനന്ദത്താൽ മതിമറക്കുമ്പോൾ മോഹം വേറിട്ടു വേണ്ടതുണ്ടോ. തക്കാരം സൽക്കാരമായി കെട്ടുകൾ കല്യാണമായി വിരുന്നർ പിന്നതിഥിയായി ചെല്ലിയും ശരിയായി. അക്ഷരം വ. വീണയിൽ രാഗങ്ങൾ മീട്ടുവാൻ നല്ലൊരു വാദകൻ കയ്യിൽ കൊടുത്തിടണം. കുട്ടികൾക്കുള്ളിലെ പ്രതിഭാവിലാസങ്ങൾ നല്ല ഗുരുക്കൾക്ക് കാണാനൊപ്പോ. കല്യാണ വീടുകളിലെ ആതിഥ്യ മര്യാദയും സൗഹൃദ സംഭാഷണങ്ങളും പോലെ അയൽപ്പക്ക ബന്ധങ്ങൾ സംയോജിപ്പിക്കുന്ന കാവ്യകല്ലോലികൾ ഇനിയും ഉണ്ടാകും. കാവ്യകേളിയുടെ 133ാം റീലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാക്ഷരത്തിൽ ഷീജ തുടങ്ങും. കരളുവിളർക്കും വാഗ്ധോരണികൾ കോടതി മുറിയിൽ കയറിയ നേരം കളിവാക്കായും പറയുകയില്ലിനി കണ്ണാൽ കണ്ടൊരു കാപഠ്യങ്ങൾ. അക്ഷരം ക. കുറുമ്പു കാട്ടി നടന്നീടിൽ കുശിനിയിൽ കേറ്റത്തില്ല, ഇല്ല കയറില്ല ഞാനൊട്ടും തീന്മേശ പുറത്താണമ്മേ. അക്ഷരം ഇ. ഇരുന്നുടൻ കാണുക സ്വപ്നം വിഭവങ്ങൾ തിന്നും പോലെ, കഷ്ടപ്പാടറിയാത്തോരെ അറിയണം പശിയുടെ മൂല്യം. ആലാപന ഭംഗിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പദനിർമ്മാണം മാത്രം പോരാ, സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കിയുള്ള സന്ദേശങ്ങൾ കൂടി കവിതയിൽ ഉൾപ്പെടുത്തണം. താങ്ക് യു.